ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണല്ലോ. 21 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 102 മണ്ഡലങ്ങൾ നാളെ വിധിയെഴുതുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ വോട്ടെടുപ്പ് എന്ന നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. രോഹിണി ചൂണ്ടിക്കാണിച്ചതുപോലെ 7 ഘട്ടമായുള്ള വോട്ടെടുപ്പിന്റെ തുടക്കം നാളെ ഉണ്ടാകുന്നു. 102 മണ്ഡലങ്ങളിലാണ് ആദ്യ ഫേസിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 21 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 102 മണ്ഡലങ്ങളിൽ നാളെ വിധിയെഴുത്താണ്. അതിൽ ചില സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നാളെ തന്നെ വോട്ടെടുപ്പ് നടക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതിൽ ഏറ്റവും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് നാളത്തെ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലേക്ക് തന്നെയാണ്. തമിഴ്നാട് 39 മണ്ഡലങ്ങളുള്ള ഒരു വിശാലമായ സംസ്ഥാനമാണ്. ഇത്തവണ അവിടെ അതിശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന സാഹചര്യം. സാധാരണയായി തമിഴ്നാട്ടിൽ 2 ദ്രാവിഡ കക്ഷികൾ തമ്മിലുള്ള മത്സരമാണ് പൊതുവെ നടക്കുന്നത്. ദ്രാവിഡ മുന്നേറ്റ കഴകവും അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന AIADMK. എന്നാൽ ഈ 2 ദ്രാവിഡ പാർട്ടികൾക്ക് അപ്പുറത്തേക്ക് ഒരു വലിയ സ്പേസ് ഉണ്ടാക്കി BJP അവിടേക്ക് എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി തെരഞ്ഞെടുപ്പ് റാലികൾക്കായി തമിഴ്നാട്ടിലേക്ക് എത്തി. ഒപ്പം സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1.5 വർഷക്കാലമായി നടന്ന ചിട്ടയോടുകൂടിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം, ഇതെല്ലാം BJPക്ക് തമിഴ്നാട്ടിൽ ഒരു വലിയ ഇടം നൽകിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട്. അതിനാൽ അതിശക്തമായ മത്സരം നടക്കുന്ന തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലങ്ങളും ഒപ്പം തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിലെ ഒരു മണ്ഡലവും, അങ്ങനെ 40 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒറ്റ ഫേസായി നാളെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. കൂടാതെ പശ്ചിമ ബംഗാൾ, ബീഹാർ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് തുടങ്ങിയ ഈ 3 സംസ്ഥാനങ്ങളും 7 ഫേസിലും അവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം ഈ 3 സംസ്ഥാനങ്ങളിലും ലോക്സഭാ സീറ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. UPയിൽ 80 സീറ്റുകളുണ്ട്. പശ്ചിമ ബംഗാളിൽ 47 സീറ്റും ബീഹാറിൽ 40 ലോക്സഭാ മണ്ഡലങ്ങളുമാണ് ഉള്ളത്. അതിനാൽ ഇവിടെ എല്ലാ ഫേസിലും ഈ 3 സ്റ്റേറ്റിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കൂടാതെ വിവിധ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ, നമുക്കറിയാം അവിടെ 1ഉം 2ഉം സീറ്റുകൾ മാത്രമാണ് പല സംസ്ഥാനങ്ങളിലും ഉള്ളത്. ഉദാഹരണത്തിന് നാഗാലാൻഡിൽ ആകെയുള്ളത് ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഒപ്പം മേഘാലയയിലുള്ളത് 2 എണ്ണമാണ്. അതോടൊപ്പം സിക്കിമിൽ 1ആണ്. അങ്ങനെ വിവിധ ചെറു സംസ്ഥാനങ്ങളിലും നാളെ ഒറ്റ ഫേസായി തന്നെ തെരഞ്ഞെടുപ്പ് നടക്കും. ഒപ്പം ഈ സിക്കിമിലും അരുണാചൽ പ്രദേശിലും നാളെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിൽ 2 എണ്ണമാണ് ഈ അരുണാചൽ പ്രദേശും സിക്കിമും. സിക്കിമിൽ 32 അംഗ നിയമസഭയാണ്. ഏറ്റവും പോപ്പുലേഷൻ കുറവുള്ള സംസ്ഥാനമാണ് സിക്കിം എന്നത്. അതിനാൽ 32 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമേ സിക്കിമിലുള്ളൂ. അരുണാചൽ പ്രദേശിൽ 60 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. പക്ഷേ 50 മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാരണം 10 നിയമസഭാ മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതിനാൽ അവിടെ BJP വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പെമാ ഖണ്ഡു ഉൾപ്പെടെ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികളില്ല. കോൺഗ്രസിനോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക കക്ഷികൾക്കോ അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും ആളില്ലാത്ത പശ്ചാത്തലമുണ്ട്. അതിനാൽ അരുണാചൽ പ്രദേശിലെ 10 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നില്ല. അവിടെ തെരഞ്ഞെടുപ്പ് ഇല്ലാതെ തന്നെ ഏകകണ്ഠമായി അവിടെ BJP സ്ഥാനാർത്ഥികൾ വിജയിച്ചു കഴിഞ്ഞു. അതിനാൽ 50 മണ്ഡലങ്ങളിലാണ് അരുണാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. രോഹിണി.